കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി ഉന്നതിക്ക് സമീപം സർക്കാർ രേഖകളിൽ വനഭൂമിയാണെന്ന് പറഞ്ഞുകിടക്കുന്ന സ്ഥലത്താണ് 24ഓളം ഷെഡുകൾ നിർമ്മിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. ഇവിടെ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇക്കാര്യം ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിക്കുകയാണ് ചെയ്തതെന്നും കാഞ്ചിയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് കെ വി പറഞ്ഞു. അത് പ്രധാനമായിട്ടും ആ സ്ഥലം എന്ന് പറയുന്നത് കാഞ്ചിയാർ വില്ലേജിന്റെ ബ്ലോക്ക് 63 1 എന്ന് പറയുന്ന സർവേ നമ്പർ പെട്ട സ്ഥലമാണ്. അത് നമ്മുടെ വില്ലേജ് BTR പ്രകാരം കേരള സർക്കാർ റിസർവ് ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞു കിടക്കുന്നത്. എങ്കിൽ തന്നെയും അവിടെ അതിനകത്ത് ഒരു സെറ്റിൽമെൻറ്റും ഉണ്ട്. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ആളുകൾ കൈവശം വെച്ച് വരുന്ന ഭൂമിയുണ്ട്. നിലവിൽ അവർ കൈവശം വെച്ച ഭൂമികൾ നമ്മൾ ജണ്ട ഇട്ട് നമ്മൾ തിരിച്ച് ഉണ്ട്. അത് ആ ജണ്ട ഇട്ടിരിക്കുന്നത് കൂടുതൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. തന്നെയല്ല, അവിടെ നമ്മൾ ആദിവാസികളുടെ അല്ലെങ്കിൽ ഉന്നതിയിലെ ആളുകൾക്കെതിരെയായിട്ട് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് ആർക്കെതിരെ നമ്മളൊരു കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്തിനാണ് ഈ നോട്ടീസ് കൊടുത്തതെന്ന് നമ്മളോട് ഒന്നും ചോദിച്ചിട്ടുമില്ല. ഇങ്ങനൊരു സമരം നടക്കുന്നതെന്ന് മാത്രമല്ല, നമ്മളെ അറിയിച്ചില്ല, രേഖാമൂലം ഇവിടെ അറിയിച്ചിട്ടുമില്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 24 ഷെഡുകൾ നമ്മളവിടെ കണ്ടെത്തി. അത് കണ്ടെത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പരാതി നമുക്ക് ലഭിച്ചു. ഈ മേഖലകളിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ബിൽഡിങ്ങുകൾ കെട്ടുന്നു, റോഡുകൾ പണിയുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധനയിൽ ഒരു റോഡ് പണിയുന്നതായിട്ട് കണ്ടെത്തി. അത് നമുക്ക് അവർക്കെതിരെ കേസെടുത്തിരുന്നു. പിന്നീട് ഒരു 11 പോസ്റ്റോളം വനത്തിനുള്ളിലൂടെ അനധികൃതമായിട്ട് ഇട്ട് ഒരു വ്യക്തി കറണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് 2015 ഉന്നതിയിലേക്ക് FRA പ്രകാരം കറണ്ട് കണക്ഷൻ കൊടുത്തിരുന്നു. അതിൽ നിന്നും അനുമതി കൂടാതെയാണ്, വനംവകുപ്പിൻ്റെ NOC ലഭിക്കാതെയാണ് ഈ കറണ്ട് കണക്ഷൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലം, ഉന്നതിയിലെ ആളുകളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലം, അവിടെ ഏതെങ്കിലും രീതിയിൽ ആ കറണ്ട് ഏതെങ്കിലും മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് പോകുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കോ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെർമിഷൻ ഇല്ലാതെ ചെയ്തിരിക്കുന്ന അതിൻ്റെ പേരിൽ ആ ഒരു ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. കൂടാതെ അവിടെ ഈ പറയുന്ന 24 ആളുകളിൽ 4 പേര് മാത്രമേ അവിടെ സ്ഥിരതാമസമുള്ളൂ. ഇവരുടെ ആർക്കും എതിരെ നമ്മൾ കേസ് എടുത്തിട്ടില്ല. നിയമപരമായി മാത്രം എടുക്കാൻ വേണ്ടിയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. KSEBക്ക് നമ്മൾ കത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് കേബിൾ വഴി വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. നിയമ വിരുദ്ധമായി വെച്ചിരിക്കുന്നത് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ഉദ്ദേശം വെച്ചിരിക്കുന്നത്. കൂടാതെ അതിനകത്ത് 24 ഷെഡുകളുണ്ടെങ്കിലും ഏതോ 9 ഷെഡുകളോളം ഒരു ഫാമിലിയുടെ പേരിലേക്കാണ് വന്നിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായിരിക്കുന്നത്. നിലവിൽ ഇങ്ങനൊരു നോട്ടീസ് കൊടുത്തിരിക്കുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. ആദ്യം ഒരു പരാതി നമുക്ക് ലഭിച്ചിരുന്നു. ഈ കയ്യേറ്റം എന്നുള്ളതല്ല, അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഇവിടെ വസ്തുക്കൾ പലപ്പോഴായിട്ട് ഇരിക്കുന്നവർ ഇങ്ങനെ കൈമാറി വരുന്നുണ്ട്. പിന്നീട് അത് വേറെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ആളുകൾ വാങ്ങുന്നുണ്ട്. ഇവിടെ യഥാർത്ഥമായിട്ട് ഉള്ളൊരു കർഷകർ എന്ന് പറഞ്ഞൊരു 4 പേരാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ളവരാരും അവിടെ താമസക്കാരല്ല. അവരുടെ ഭൂമി അവിടെ ഉണ്ട്. മറ്റ് ഈ പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളെ ഫാമിലിയായിട്ട് അവിടെ താമസിപ്പിച്ച് അവരെ ജോലി ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സ്ഥിരതാമസക്കാരുമില്ല. കർഷകർക്കെതിരെ ഒരു നടപടിയും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ നമ്മൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കയ്യേറ്റങ്ങളോ ഒഴിപ്പിക്കുകയോ അല്ലെ അവർക്കെതിരെ കേസെടുക്കുകയോ ചെയ്തിട്ടില്ല. ഈ കണ്ട പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. അതും ഈ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ വനഭൂമിയുടെ, അതായത് വനത്തിൻ്റെ സ്റ്റാറ്റസ് നിലനിൽക്കുന്ന ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ എന്തൊക്കെയാണ്, എത്ര പേരുടെ കൈവശമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഡേറ്റ കളക്ഷനും നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡേറ്റ എടുത്തത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് DFOയുടെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ലിസ്റ്റ് എടുത്ത് KSEBക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് KSEBക്ക് ഈ 24 പേരുടെ കണക്ഷൻ ഇല്ലീഗലാണ്. അത് ലീഗലൈസ് ചെയ്തുകൊണ്ട് ചെയ്യണം. നിലവിലുള്ള കണക്ഷൻ റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കേണ്ട സാഹചര്യം അതാണ്.
ഇതിന്റെ പേരിൽ കർഷകരെ ഇവിടെ നിന്നും കുടിയിറക്കുകയോ കർഷകരെ ദ്രോഹിക്കുവാനോ ഇവരുടെ കൃഷികൾ നശിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ പേരിൽ ഒരു കേസ് പോലും വനം വകുപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. ഇതിൽ അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.